ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയും ഋതുവിനെയാണ്. അപ്പോൾ ഋതു കണക്ഷമായിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കാണില്ല, ഇനി എന്നെ കൺവെട്ടത്ത് പോലും താൻ വന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഋതു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രൻ ഭയങ്കര ഷോ ഓഫാണ്. അയ്യോ ഋതു പോവരുതേ, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഋതുവിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. തൊട്ടു പോവരുതന്നെ, മേൽ കായ് വിടടോ, ഇനി താൻ എൻ്റെ കൈ വിട്ടില്ല എങ്കിൽ താൻ്റെ കാരണം നോക്കി ഞാൻ അടിക്കും, അതിന് ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇന്ദ്രൻ കൈ വിട്ടു. ഋതു എന്ന് വിളിച്ചിട്ടും ഋതു ഒരു കൂസലും ഇല്ലാതെ തിരിഞ്ഞു പോലും നോക്കാതെ ആള് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ആൾക്ക് ശരിക്കും സമനില തെറ്റിയ പോലെ ആയിപ്പോയി ഇവൻ്റെ ഈ പ്രവൃത്തികളെല്ലാം. ഇന്ദ്രൻ ഒന്ന് കുറച്ചു നേരം അവിടെ നിന്നു, ഒന്ന് ചിരിച്ചു. ആള് പരിപാടി ഏറ്റു എന്നുള്ള മട്ടിൽ അവനിങ്ങനെ നിൽക്കുകയാണ്. ഇവളെവിടെ പോയാലും നമ്മുടെ അടുത്ത് വരും എന്നുള്ള മട്ടിലാണ് അവൻ്റെ ആ നിൽപ്പ്. ഇന്ദ്രനെയാണ് കാണുന്നത്. അപ്പം ഇന്ദ്രൻ രണ്ട് പ്രതാപൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ഉച്ചത്തിൽ അട്ടഹസിച്ച് എന്ന് ചിരിക്കുക കേട്ടോ. കുറച്ചു നേരം പ്രതാപനും ബിന്ദുവൊക്കെ കൂടിയെങ്കിലും ഇവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ്റെ കിളി പോയി. അതുപോലത്തെ ചിരിയാണ്. ഇതെന്താ ശരിക്കും പിരി ലൂസായോ എന്ന് ചോദിച്ചു. പോയേക്കാണും എന്ന് പ്രതാപനും ഇങ്ങനെ പറയാണ്. എന്താ എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? അല്ല, പ്രേമിച്ച പെണ്ണ് ചീത്ത വിളിച്ചിട്ട് ഇട്ടിട്ട് പോയി എന്നല്ലേ പറഞ്ഞത്, അതിനിങ്ങനെ ചിരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പ്രതാപൻ. അപ്പോൾ വേഗം ഇവനെങ്ങ് ചാടി എഴുന്നേറ്റിട്ട്, അതെ പിന്നെന്താ, ഞാൻ നെഞ്ചത്തടിച്ച് കരയണോ? അല്ല, ഞാൻ എന്താന്ന് വെച്ചാലേ സാറിപ്പം മരുന്ന് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ബിന്ദു. ദേ പ്രതാപ, ദേ ഈ സ്ത്രീയോട് പറഞ്ഞേക്ക് എന്നെ ഒരു ഭ്രാന്തനായിട്ട് ട്രീറ്റ് ചെയ്യരുതെന്ന്, ക്ഷമിക്കിന്ദ്ര എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതാപൻ ഇങ്ങനെ കണ്ണുരുട്ടിയപ്പം എന്നാ എന്ന് ചോദിച്ചു. അല്ല ദേ, ബിന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും ഇതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല പ്രതാപ. ഇല്ല, പക്ഷേ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. അവളുണ്ടല്ലോ, അവൾ എന്നെ വെറുത്തിട്ടിട്ട് പോയതൊന്നും അല്ല പ്രതാപ. എന്നോട് അത്രയ്ക്ക് ദേഷ്യപ്പെടണമെങ്കിൽ, എന്നോട് ഇത്രയും പരിസരം മറന്ന് പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിനൊരൊറ്റൊരർത്ഥം മാത്രമേ ഉള്ളൂ. അവൾ അത്രമാത്രം ആത്മാർത്ഥമായി അല്ലെങ്കിൽ ആഴത്തിൽ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കണ്ണ് തള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എന്താ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സമ്മാനിച്ച സ്നേഹ നിമിഷങ്ങൾ അവൾക്ക് എപ്പോഴും ഒരു ശല്യമായി കൊണ്ടേയിരിക്കും, അതവളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവൾ ഒരിക്കലും എന്നെ അകന്നു പോകാൻ ആഗ്രഹിക്കും തോറും അവളുടെ സ്വയം അറിയാതെ അവൾ അടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അവർക്ക് മനസ്സിലായി ഇത് മൊത്തം കിളി പോയ കേസാണ് എന്ന്. അപ്പം എന്താ എന്നിങ്ങനെ ബിന്ദുവിനോട് ചോദിക്കുമ്പോൾ ബിന്ദുവിനും മനസ്സിലായില്ല. വെറുക്കണമെന്ന് ആഗ്രഹിക്കും തോറും അവൾ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതാ എന്താണെങ്കിലും ഒടുവിൽ അവൾ സ്നേഹത്തിന് മുന്നിൽ സ്വയം കീഴടങ്ങും, എൻ്റെ അടുത്തേക്ക് ഓടി വരും. ആഹഹഹ, എത്ര മടക്കാത്ത സ്വപ്നം എന്ന് പറയാണ്. എൻ്റെ പൊന്നു പ്രതാപ. അപ്പം പ്രതാപൻ ഇങ്ങനെ പറയാണ്. അയ്യോ പ്രതാപനല്ല, ഇന്ദ്രൻ. എൻ്റെ പൊന്നോ, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കണക്ക് ഇന്ദ്രൻ അറിയാത്തത് കൊണ്ടാ. ഒന്ന് പോയാൽ 10 എണ്ണവും കണക്ക്. കാതു കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്നാണ് അവരുടെ ഒരു പോളിസി. അത് ഇന്ദ്രൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയെങ്കിലും കൂടെ പിടിച്ചു നിർത്തുന്നതായിരുന്നു ബുദ്ധി, പിടങ്ങാൻ കാരണങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുതായിരുന്നു എന്ന് ബിന്ദുവും പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം ആളിങ്ങനെ നിന്നു. പിന്നെ കാണുന്നത് പല്ലവീനെയാണ്. അപ്പം സേതു ഉണ്ട് കേട്ടോ. അപ്പോൾ സേതു പോയിട്ട് എന്തായി സേതു കേട്ടാ എന്ന് ചോദിച്ചു. സത്യം പറയാലോ, ഇന്ന് വന്നത് നന്നായി പല്ലവി, അല്ലെങ്കിൽ എല്ലാം തകിടാൻ മറിഞ്ഞേനെ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ 28-ാം തീയതി ഒരു ബുക്കിങ്ങിന് അവസരമുണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ വിളിച്ചിരുന്നേ. ഞാൻ കൃത്യസമയത്ത് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അപ്പോൾ പേര് പറഞ്ഞു തന്നെയാണോ ബുക്ക് ചെയ്തത്? 2 കല്യാണം ഉണ്ടെന്നാണോ സേതുവേട്ടൻ പറഞ്ഞത്? പിന്നല്ലാതെ പേര് വരെ ഞാൻ പറഞ്ഞു. സേതു, പല്ലവി, ഋതിക ആൻഡ് ജിത്ത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവിക്ക് ആകെ ടെൻഷനായി. എന്താ പല്ലവി എന്ന് ചോദിച്ചോ. എടോ താൻ എന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല. അല്ല, നമ്മുടെ മാത്രം ബുക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, ജിത്തിനെ നിങ്ങളാരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മുൻപേ എന്ന് പറഞ്ഞു. നമുക്കെന്ന് വേണമെങ്കിലും കാണാലോ. ദേ
ഋതുവിനെ വിളിച്ചു പറഞ്ഞ അവൾ തന്നെ ജിത്തിനെയും കൂട്ടി എൻ്റെ മുന്നിലേക്ക് പറന്നു വരില്ലേ? ദേ കാണണോ തനിക്ക്? ദേ ഇപ്പം കാണിക്കാം എന്ന് പറഞ്ഞ് സേതു വേഗം ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുക. വേണ്ട വേണ്ട സേതു ഏട്ടാ, ഇപ്പം ബുദ്ധിമുട്ടിക്കണ്ട. ഞാനും വരുമ്പോൾ വരട്ടെ എന്ന് കരുതിയിരുന്നതാ. നമ്മുടെ ഋതു കണ്ട് ബോധ്യപ്പെടുത്തിയതല്ലേ, അതുകൊണ്ട് മോശം വരില്ല എന്ന് സേതു. ഈ ജത്ത് ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാവരെക്കാളും മിടുക്കനും സുന്ദരനുമായാലോ? അല്ലെങ്കിൽ നമ്മളുടെ ഋതുവിന് ഒരിക്കലും മൂക്കും കുത്തി വീഴില്ലല്ലോ. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സേതുവേട്ടാ. മനുഷ്യനല്ലേ, ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാം. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? പറ്റിയാൽ അല്ല പറ്റിയാലോ എന്നാ ചോദിച്ചത്. എന്താ അവൻ കാര്യം അറിയോ? എങ്കിൽ ഞാൻ അവനെ വെട്ടിക്കണ്ടിച്ച് കുഴിച്ചു മൂടും ഞാൻ. എൻ്റെ സേതുട്ടാ, ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ഇതാണോ തമാശ? കൊള്ളാം, നല്ല തമാശ എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ. ഇന്ദ്രനാണ് ജിത്തെന്ന് സേതുവേട്ടൻ അറിഞ്ഞാൽ ഭൂകമ്പം നടക്കൂലോ. എൻ്റെ ഈശ്വര, തൽക്കാലം ഈ പ്രശ്നം ഋതു തന്നെ കൈകാര്യം ചെയ്യട്ടെ, അതാ നല്ലത് എന്ന് പല്ലവി ഇങ്ങനെ സ്വയം തീരുമാനിച്ചു. ഡോ, താൻ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല സേതുവേട്ടാ, കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചതാ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എൻ്റെ മനസ്സിലും അത് മാത്രം ഇപ്പം ചിന്ത. കല്യാണം അത് ഭംഗിയായി നടക്കണം, അത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ സന്തോഷം അതെന്താണെന്നറിയോ? തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അതെ, എന്താടോ ഒരു സന്തോഷമില്ലാത്തതുപോലെ മുഖത്ത്? പറ. ഇപ്പം മനസ്സിലായി. ആ ഇന്ദ്രനെക്കുറിച്ച് ഓർത്തിട്ടാണോ തൻ്റെ സങ്കടം? അതെ, ഇനി അവനെ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേരേ. നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് പോലും അവൻ ഒരിക്കലും ഉണ്ടാവില്ല. അതോർത്ത് സന്തോഷിക്കുതാന് എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു പല്ലവി. പക്ഷേ അവനൊരു കഴുകനെ പോലെ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എൻ്റെ സേതുവേട്ടാ. പറയാതെ മനസ്സുകൊണ്ടിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് പല്ലവി. എന്തു ചെയ്യും? സേതുവിനോടൊട്ട് പറയാനും പറ്റുന്നില്ല. ആളാകെ വിഷമത്തിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിലാണ്. അച്ചു അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അച്ചു വന്ന് അതെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം കുറിപ്പും കൂടിയുണ്ട്. പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൻ്റെ പുതിയ MD ഇപ്പോൾ മോളാണ്. പക്ഷേ ഒരിക്കലും ഒരു സൗഭാഗ്യം മാത്രമാണെന്ന് മോള് കരുതരുത്. ഇവിടെ എന്ത് ഉത്തരവുകളും മോൾക്കിടാം. മോളുടെ ഏതാജ്ഞയും അനുസരിക്കാൻ ഇവിടെ ജോലിക്കാരുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പക്ഷേ ആ ലക്ഷറിക്കപ്പുറം ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഓരോ ഉത്തരവുകളും ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെയും ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഉപജീവനത്തെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഓർമ്മ തീർച്ചയായിട്ടും ഉണ്ടാവണം. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എങ്കിൽ ഐശ്വര്യമായിട്ട് ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചു പ്രാർത്ഥിച്ചൊക്കെ എങ്കിൽ വാ എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടേക്ക് പോകുമ്പോൾ അച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇവരിങ്ങനെ കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു 3 പേര് വന്നിട്ട് മേഡം ഒന്ന് നിന്നേ എന്നിങ്ങനെ വളരെ ഷൗട്ട് ചെയ്ത പോലെ സംസാരിക്കുകയാണ് കേട്ടോ. ഒന്ന് നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തെ മാനേജർ എന്ന നിലയിൽ കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ ഇത്? മോളിങ്ങോട്ട് ചാർജ് എടുത്തതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അതെല്ലാം പരിഹരിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചാർജ് എടുത്താൽ മതി. ഇതെന്താ ഭീഷണിയാണോ? ഇറങ്ങിക്കോണമെല്ലാം എന്ന് പറഞ്ഞു പിള്ള. അപ്പോൾ കുറുപ്പമാവൻ പറഞ്ഞപ്പോഴത്തേനും അങ്കിൾ അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അതെ, എന്തിനും ഒരു മര്യാദ വേണ്ടേ? അതെ, എന്തായാലും അക്കാര്യം പരിഹരിക്കാം. അവർ വന്ന സ്ഥിതിക്ക് അവർ സംസാരിക്കട്ടെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം കുറേ നേരം ഇവരിങ്ങനെ സംസാരിച്ചു. അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ചു ഇതെല്ലാം കേട്ടു. ഇതെല്ലാം കാര്യങ്ങളും അടിയന്തരമായി പരിഹരിക്കുകയും തീരുമാനമെടുക്കുകയും വേണം. ശരി. അപ്പോൾ അച്ഛൻ തലയാട്ടി. അതെ, ഈ സ്ഥാപനത്തിൽ ചാർജ് എടുക്കാൻ നിങ്ങളുടെ ആരുടെയും അനുവാദം എനിക്ക് വേണ്ട എന്നുകൂടി കൂട്ടിച്ചേർത്തു. അതെന്താന്ന് വെച്ചാൽ കാരണം ഇതെൻ്റെ അച്ഛൻ സമ്പാദിച്ചതാണ്. മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുക. പിന്നെ പ്രധാന പ്രശ്നമായി നിങ്ങൾ പറയുന്നത് ശമ്പള വർധനമാണ്. ഓരോ സ്റ്റാഫിനും മാസം 1000 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കണം എന്നല്ലേ? അതെ, അതും സാധ്യമല്ല എന്ന് തന്നെ അച്ചു പറഞ്ഞു. അപ്പോൾ ഇവരാകെ ഷോക്കായി പോയി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്നവർ പലരും അലസര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തുണിയെടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്നൊന്ന് ഒഴിവായി പോകണം എന്നുള്ള രീതിയിലാണ് സ്റ്റാഫിൻ്റെ പെരുമാറ്റം.
മേഡം അനാവശ്യം പറയരുത്. ഇവിടെ എല്ലാവരും എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്നവരാ. എഫിഷ്യൻസി കാണേണ്ടത് കച്ചവടത്തിലാണ്, അല്ലാതെ കഴിഞ്ഞ 6 മാസത്തെ ബിസിനസ് റിപ്പോർട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വെറുതെ 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നത് വളരെ തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ സ്റ്റാഫിനും 1000-ഓ 2000-ഓ അതിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരം ഞാനായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, സ്റ്റക്കായി. ഇനിയുള്ള ഓരോ മാസത്തെയും ബിസിനസ് ഹൈക്ക് ഞാൻ നിരീക്ഷിക്കും. അതിനുശേഷം അതിലെ ലാഭത്തിൻ്റെ 50% അത് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തരും. എന്താ, അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചു. ഇവരുടെ മുഖാകെ തെളിഞ്ഞു. ലൈക്ക് മന്ത്ലി ഇൻസെൻറ്റീവ്. എന്തായാലും അത് നിങ്ങൾ പറഞ്ഞ 1000-നേക്കാൾ എന്താണേലും കൂടുതലായിരിക്കും. അപ്പോൾ വേഗം ഇവർ കൈയടിച്ചു പാസ്സാക്കി കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി. പറഞ്ഞതിനേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ എന്നോർത്ത്. എന്നിട്ട് അപ്പം വേഗം തന്നെ മേഡം എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ, ഞങ്ങൾ ചെന്ന് ഈ സന്തോഷ വാർത്ത എല്ലാ സ്റ്റാഫുകളെയും ഒന്ന് അറിയിക്കട്ടെ. 1 മിനിറ്റ് നിങ്ങളൊന്ന് നിന്നേ. എല്ലാവർക്കും സന്തോഷമായല്ലോ? ആയി മേഡം. ഒരു കാര്യം കൂടി, ആദ്യം ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നില്ലേ ഒരു മര്യാദയില്ലാതെ സംസാരിച്ചുകൊണ്ട്, അതിനെ ഒരു മാപ്പപേക്ഷ എഴുതി തരണം. ദേ ഈ 3 പേരും എന്നോട് പറഞ്ഞ് കൂട്ടിച്ചേർത്തു. പടി കിട്ടിയ പോലായി. ഈവനിങ് മുൻപ്, മനസ്സിലായോ? പിന്നെ അല്ലാത്ത പക്ഷം നാളെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യില്ല. അത് ഞാൻ തന്നെയായിരിക്കും തീരുമാനിക്കുക എന്നുകൂടി ചേർത്തു. ഇനി നിങ്ങൾക്ക് പോകാം. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, ഓക്കെ പ്ലീസ്. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, 3 പേരും അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ കുറുപ്പമ്പാവൻ അവിടെ നിന്നിട്ട്, ഈ സ്ഥാനത്ത് നീ കലക്കും മോളെ എന്ന് കുറുപ്പ് ഇങ്ങനെ പറയുകയും ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ അച്ചു പൊളിയാണ്. അച്ചു നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കുറുപ്പിനെയും കലക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഋതുവിനെയാണ്. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ ഋതു, നീ എന്താ ഈ റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നോ? എന്നിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ലല്ലോ. ആര് പറഞ്ഞു? അങ്ങനെയല്ലല്ലോ. വേണമെങ്കിൽ പത്രം വായിക്കാം, ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്യാം, ചെടി നനയ്ക്കാം, സിനിമയ്ക്ക് പോവാം, വേണമെങ്കിൽ കടൽപ്പുറത്ത് പോയിരുന്ന് തിരയിൽ കാല് വരെ നനയ്ക്കാന്നേ. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം ഋതു ഒന്ന് പല്ലവീനെ നോക്കി. എന്നിട്ട് ആൾ പതുക്കെ അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര സങ്കടത്തിലും ഡള്ളായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പല്ലവിയും അടുത്ത് ചെന്നിരുന്നു. ഋതു, നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കല്ലേ. അതെ, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ വന്ന് ചടഞ്ഞുകൂടിയ പെറ്റുപെരുകും. അലസൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരിയാന്ന് നീ കേട്ടിട്ടില്ലേ? എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല പല്ലവി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതമേ തീർന്നതുപോലെ തോന്നുക. എന്തൊക്കെയാ ഋതു നീ ഈ പറയുന്നത്? ജീവിതം തീർന്നു എന്നോ? അതെങ്ങനെ? അപ്പോൾ ഇത്രയേ ഉള്ളോ നിൻ്റെ പാകതയും പക്വതയും ഒക്കെ? പറ. സത്യം പറയാലോ, എനിക്കൊരു പക്വതയില്ല പല്ലവി. ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, കുറേയൊക്കെ ഞാൻ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ അത്രയും കഴിവോ സാമർഥ്യമോ വേറെ ആർക്കുമില്ലെന്ന് ഞാൻ തന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വെറും 0 ആണെന്ന്. ബിഗ് 0 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അയാളെ പോലുള്ളൊരു ചതിയം വരച്ച വലയിൽ മൂക്കും കുത്തി ആരെങ്കിലും വീഴുമോ? വേണ്ട ഋതു, അതിപ്പോൾ നിൻ്റെ മാത്രം മൈനസായി കാണണ്ട. അത് ഒരാൾ വരച്ച വിലയിൽ നമ്മൾ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശക്കാരാണെന്നല്ല, അയാൾ മോശക്കാരനാ. എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ വെറുപ്പ് തോന്നുക. ഇത്രയും പേര് ഏതെല്ലാം ടൈമിൽ എത്രയോ പേരെൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടെന്നറിയോ? ഇഷ്ടം പറയുകയും പ്രപ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരെയൊക്കെ റിജക്റ്റ് ചെയ്ത് അവസാനം ഞാൻ ചെന്ന് തലവെച്ച് കൊടുത്തത് ഈ അറക്കവാലിൻ്റെ കീഴിലായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്നിട്ട് ഋതു പൊട്ടിക്കരയാണ് കേട്ടോ. നീ സങ്കടപ്പെടല്ലേ ഋതു, സാരമില്ല, നീ വിഷമിക്കാതെ. നിനക്ക് വേറെ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. നീ അങ്ങനെ ഓർത്ത് സമാധാനിക്കും മോളെ എന്ന് പറഞ്ഞു. കരയില്ലേ? എന്നിട്ട് ഋതു പതുക്കെ പല്ലവിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. പാറു പറഞ്ഞിരുന്നല്ലോ അച്ചമ്മയുടെ പ്രേതം വരുമെന്ന്. അതാണ് തപ്പിക്കൊണ്ട് നടക്കുന്നത്. വേഗം ചെന്ന് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കി. എന്നിട്ട് കഥകൊക്കെ തുറന്ന് നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജലക്ഷ്മിക്ക് കിട്ടിയതുപോലെ വല്ലതും കിട്ടുമോയെന്നറിയാം.
അപ്പോൾ കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വന്ന എന്താ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജലക്ഷ്മി വന്നിട്ട് നീ എന്തിനാ ഈ ലൈറ്റൊക്കെ ഓഫാക്കിയേക്കുന്നത് എന്ന് ചോദിക്കുവാണ്. എടാ നിന്നോടാ ചോദിച്ചത്, അപ്പം ഒച്ചയില്ലല്ലോ, ഇങ്ങനെ ആംഗ്യം മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓഹോ, ഞാൻ എന്താ ലൈറ്റ് ഓഫാക്കിയെന്നാണോ സംശയം? എൻ്റെ അമ്മേ, ഇന്ന് കറണ്ട് പോയപ്പോഴാണ് അമ്മ പ്രേതം വന്നതെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ പ്രേതം ഒന്ന് വരുമെന്ന് നോക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ വരുന്നെങ്കിൽ ആ പ്രേതത്തെ ഒന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. അമ്മ പ്രേതത്തെ കണ്ട സ്ഥലത്ത് ഞാൻ പോയി നോക്കി, അവിടെയൊന്നും ഒന്നുമില്ലെന്നേ. ഇനിയിപ്പം മുകളിലൂടെ ഒന്ന് പോയി ഒന്ന് നോക്കാം അവിടെയും കൂടെ. അപ്പം വേഗം പാറ ഇവിടെ ഒളിഞ്ഞു തന്നെ നിൽപ്പുണ്ട് കേട്ടോ, ഒരു സൈഡിൽ ഇങ്ങനെ ആള്. അപ്പോൾ വേണ്ടടാ പോവണ്ടടാ എന്ന് പറഞ്ഞു. അമ്മേ, ഇന്നത്തെ കാലത്തല്ലേ അമ്മ ജീവിക്കുന്നത്, പ്രേതവും മണ്ണാങ്കട്ടിയൊന്നും ഇല്ല, പോകല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേ ഒന്ന് പറയുന്നൊന്ന് മനസ്സിലാക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ, അത് തെളിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോഴമ്മയുടെ ഒന്ന് പോയേ എന്ന് പറഞ്ഞു. കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. അപ്പം രാജലക്ഷ്മി അതിലിങ്ങനെ ചുറ്റിനും പരിധി നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ നടന്നു പോകുമ്പോൾ പാറുവിൻ്റെ പണി ഏറ്റെടുത്തു. വേഗം തന്നെ അതെ രാജലക്ഷ്മി എന്നൊരു വിളി. അപ്പം രാജലക്ഷ്മി ഇങ്ങനെ ഞെട്ടി തിരിച്ച് നോക്കുമ്പോൾ അവിടെ എന്താ പറയുക, ജനലിൻ്റെ മറവിൽ ഒരു നിഴൽ പോലെ. അപ്പോൾ രാജലക്ഷ്മി വേഗം ചെന്ന് അതിങ്ങനെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ നിൽക്കുന്നു വീണ്ടും തടിയായിട്ട് രാജലക്ഷ്മിയുടെ തലമണ്ട തീർത്തൊരെണ്ണം കൊടുക്കുകയാണ്. അതോടെ പുള്ളിയുടെ ബോധം വീണ്ടും പോയി കേട്ടോ. എന്നിട്ട് പാറു ഇറങ്ങി ഓടുകയും ചെയ്തു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.